മനുഷ്യൻ തന്നെ സൃഷ്ടിച്ചാക്കിയ ദൗത്യങ്ങളിൽ വിശ്വസ്തത നിലനിർത്താതിരുന്നപ്പോൾ മനുഷ്യനെ ദൈവം മൃഗങ്ങളെ കൊണ്ട് ഇടപെടുവാൻ തക്കവണ്ണം അവസരങ്ങൾ ഒരുക്കിയതായി ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഇയ്യോബ് വ്യത്യസ്ത നിലകളിൽ സമ്മർദ്ദങ്ങൾ ചെലുത്തി ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇയ്യോബിൻ്റെ പുസ്തകം 12-ാം അധ്യായം 7-8 വാക്യങ്ങൾ. നീ മൃഗങ്ങളോട് ചോദിക്ക, അവ നിന്നെ ഉപദേശിക്കും. ആകാശത്തിലെ പക്ഷികളോട് ചോദിക്ക, അവ പറഞ്ഞു തരും. അല്ല, ഭൂമിയോട് സംഭാഷിക്ക, അത് നിന്നെ ഉപദേശിക്കും. സമുദ്രത്തിലെ മത്സ്യങ്ങൾ നിന്നോട് സംസാരിക്കും. ഇവിടെ വ്യത്യസ്തങ്ങളാകുന്ന വിവരങ്ങൾ മൃഗങ്ങളും പക്ഷികളും മത്സ്യങ്ങളും ഒക്കെ മനുഷ്യനോട് സംസാരിക്കുന്നതിനെക്കുറിച്ച് ഇയ്യോബിൻ്റെ പുസ്തകം വളരെ വ്യത്യസ്തമായ നിലകളിൽ വർണ്ണിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഇതുപോലെ തന്നെയാണ് സംഖ്യാപുസ്തകം 22-ാം അധ്യായം 28 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ബിലയാമിനോട് കഴുത സംസാരിക്കുന്നതായി കാണുവാൻ കഴിയുന്നു. അതെ, നാം വളർത്തുന്ന അല്ലെങ്കിൽ നമ്മെ നോക്കിക്കൊണ്ടിരിക്കുന്ന മൃഗങ്ങൾ ദൈവകൽപ്പന അനുസരിച്ചാണ് എപ്പോഴും മുൻപോട്ട് പോകുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. സംഖ്യാപുസ്തകം 22-ാം അധ്യായത്തിൽ കഴുത വാ തുറന്ന് ബിലയാമിനോട് സംസാരിക്കുന്നു. ഇന്ന് അനേക സാഹചര്യങ്ങളിൽ മനുഷ്യൻ മൃഗത്തെക്കാൾ മൃഗപ്രായനായി തീർന്ന ഒരു സാഹചര്യം നമുക്ക് കാണുവാൻ കഴിയും. അതെ, ആത്മീക വശങ്ങളിൽ നാം ചിന്തിക്കുമ്പോൾ ആത്മീക മൂല്യങ്ങളെ വിട്ടൊഴിഞ്ഞ് ദൈവകൃപ വിട്ടൊഴിഞ്ഞ് മണ്ണെ പ്രതി മാണിക്യത്തിനു വേണ്ടി അല്ലെങ്കിൽ സ്ഥാനത്തിനു വേണ്ടി അധികാരത്തിനു വേണ്ടി നന്മകൾക്ക് വേണ്ടി മനുഷ്യൻ പരസ്പരം മത്സരിക്കുന്ന ഒരു പശ്ചാത്തലം നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ മത്സരിക്കുന്ന പശ്ചാത്തലങ്ങളുടെ നടുവിൽ ഒരുവൻ വിശ്വസ്തയോടെ ദൈവത്തെ ഉയർത്തുവാൻ തയ്യാറാകണം. സങ്കീർത്തനം 50-10-11 കാട്ടിലെ സകല മൃഗവും പർവ്വതങ്ങളിലെ 1000 ജന്തുക്കളും എനിക്കുള്ളവയാകുന്നു. മലകളിലെ പക്ഷികളെയൊക്കെയും ഞാൻ അറിയുന്നു. വയലിലെ ജന്തുക്കളെ എനിക്ക് ഉള്ളവ തന്നെ. അതെ, ഈ ലോകത്തിൽ കാണുന്ന സകല ചരാചരങ്ങളും ദൈവത്തിൻ്റെ സൃഷ്ടികളും ദൈവത്തിൻ്റേതുമാണ്. അതുകൊണ്ട് പല കാര്യങ്ങളും നമ്മുടെ ആത്മീക ഭൗതിക ജീവിതത്തിൽ പാഠം പഠിക്കുവാൻ തക്കവണ്ണം നാം ഒരുങ്ങുകയും നമ്മെ തന്നെ ഒരുക്കി നിയന്ത്രിപ്പാൻ കഴിയാത്ത പക്ഷം മൃഗങ്ങളിൽ നിന്നും പക്ഷികളിൽ നിന്നും മത്സ്യങ്ങളിൽ നിന്നും ഒക്കെ നമുക്ക് കേൾക്കേണ്ടി വരും. അതിനേക്കാൾ ദൈവവചനം അനുസരിക്കുന്നതാണ് നല്ലത്.